നമസ്കാരം. മാർക്കോ തന്നെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊന്നുമല്ല, മാർക്കോ എന്ന ചിത്രം 100 കോടി ക്ലബിലേക്ക് വളരെ വേഗത്തിൽ തന്നെ നടന്നെടുക്കുകയാണ്. ഇന്ന് 3-ാം വാരത്തിലേക്ക് കടന്നതിന്റെ പോസ്റ്ററുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. മാർക്കോ എന്ന ചിത്രം ഡിസംബറിൽ 20-ാം തീയതിക്കായിട്ട് റിലീസിന് വന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു മുന്നേറ്റം മാർക്കോ കാഴ്ചവെക്കുമെന്ന്. മാർക്കോ എന്ന ചിത്രത്തിനെ കുറിച്ച് വയലൻസ് രംഗങ്ങളുടെ അതിപ്രസരമുള്ളതുകൊണ്ട് കേവലം ഏതെങ്കിലും യുവാക്കൾ കണ്ട് ഈ ചിത്രം അങ്ങ് തീരും എന്നാണ് പലരും കരുതിയത്. എന്നാൽ യുവാക്കൾ കണ്ടു, അതുമാത്രമല്ല പലരും കണ്ടു, കണ്ട് കണ്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ മാർക്കോ വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും മലയാള സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് മാർക്കോ എന്ന ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോളിവുഡിലൊക്കെ 500-ലധികം സ്ക്രീനുകൾ, ഏകദേശം 550 സ്ക്രീനുകൾ ഉണ്ടെന്നാണ് അറിവ്. ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസത്തോളം 34 സ്ക്രീനുകൾ മാത്രം ലഭിച്ചിരുന്ന ഒരു ചിത്രമാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് ഈ ചിത്രത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു വസ്തുതയുള്ളത്. മാത്രമല്ല, മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ എന്ന താരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു കഴിവുകളെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും അദ്ദേഹത്തിനെ എത്തരത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഉപയോഗിക്കണമെന്ന് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഒരു ചോദ്യചിഹ്നം തന്നെ അദ്ദേഹമായിട്ട് തന്നെ ഉയർത്തിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അതിമനോഹരമായിട്ട് തന്നെ ഉണ്ണി എടുത്തു വെച്ചിട്ടുണ്ട്. ഉണ്ണിയെ വളരെയധികം ശ്ലാഘിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കൊറിയോഗ്രഫി, സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്തു വെക്കുക എന്നുള്ളത്. അത് ആ ഒരു നടന്റെ വലിയ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. പണ്ട് കാലത്ത് പല താരങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗുണം തന്നെയാണത്. മാത്രമല്ല, ലാലേട്ടന് മുന്നേ ഇത് ചെയ്തു വെച്ച ഒരേ ഒരു താരമേ ഉള്ളൂ. അത് എല്ലാവരേക്കാൾ മുകളിലാണ് നമ്മളെ വിട്ടു പിരിഞ്ഞ ജയൻ സാറിന്റെ ആ മനോഹരമായിട്ടുള്ള അതേ ശൈലിയിൽ ആക്ഷൻ രംഗങ്ങൾ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഒരു താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ഒരിക്കൽ നമ്മളുടെ KGF കുറിച്ചൊക്കെ പറഞ്ഞ മലയാളത്തിൽ അത്തരത്തിലൊരു കഥാപാത്രം ചെയ്യാൻ ആരാന്നുള്ളത് ചോദിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഉത്തരമല്ല അദ്ദേഹം കൊടുത്തത്. അത് വ്യക്തവും ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അത് മലയാളത്തിൽ അത്തരത്തിൽ ചെയ്യാൻ ഒരു കഥാപാത്രം, ഞാൻ അത്തരത്തിലൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, KGF എടുക്കുകയാണെങ്കിൽ അതിൽ നായകൻ ഉണ്ണിമുകുന്ദനായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഓർക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള നോക്കിക്കാണലുകൾ അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാനുള്ള വലിയ ഒരു പ്രചോദനം കിട്ടട്ടെ. മനോഹരമായൊരു സിനിമ ഇനി ഉണ്ണിമുകുന്ദനെ വെച്ചും അദ്ദേഹം ചെയ്യട്ടെ.